ഹലോ പീപ്പിൾ, ദീപൻ മൂവീസിലേക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2025 മെയ് 16 ലോകേഷ് അജിലസ് സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു ത്രില്ലർ ചിത്രമാണ് 11. 2 ദിവസം മുമ്പ് സിനിമ ആമസോൺ പ്രൈം വീഡിയോ വഴി പുറത്തിറങ്ങിയിട്ടുള്ളത്. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം കൊള്ളാം, സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ സിനിമയുടെ ഒരു പോരായ്മ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സിനിമയിൽ എല്ലാം ഉണ്ടായിരുന്നു. ഇത്തുക്കൂടെ ഒന്ന് കുത്തിയിരുന്ന് പണിയെടുത്തിരുന്നെങ്കിൽ സിനിമ നല്ല ഗംഭീരമായിട്ട് വന്നേന. പ്രത്യേകിച്ച് ഇതിന്റെ ഈ സിനിമ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ പാസ്റ്റ് കാലഘട്ടം കാണിക്കുക എന്ന് വെച്ചാൽ കഴിഞ്ഞ ആ വില്ലന്റെ എന്തുകൊണ്ടാണ് ആ വില്ലൻ സൈക്കോ ആയിട്ട് മാറുന്ന ഒരു കഥയുണ്ട് പാസ്റ്റിലുള്ള, അത് ഗംഭീരമായിട്ട് തോന്നുന്നു. അതേപോലെ ഈ സിനിമ എടുത്ത് വെച്ചിരുന്നെങ്കിൽ കിട്ടില്ലോ അതിനൊന്നും കൂടി. സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഒരു സൈക്കോ ത്രില്ലർ കഥയാണ്. ചെന്നൈ നഗരത്തില് അടിക്കി ഇങ്ങനെ കൊലപാതകം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ലക്ഷ്യമാക്കി വരുന്നത് അവരുടെ ബർത്ത്ഡേ പ്രമാണിച്ചാണ് ഈ സൈക്കോ കില്ലർ കൊല്ലുന്നത്. കൊന്നതിന് ശേഷം ബോഡി അങ്ങ് കത്തിച്ചെരിയിക്കുക. അപ്പൊ അതിനെതിരെ ഒരു പോലീസ് ഓഫീസർ നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ ഒരുങ്ങുന്ന ഒരു ചിത്രമാണ് ഈ ചിത്രം. പക്ഷെ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഒരു ട്വിസ്റ്റ് പറഞ്ഞാൽ ശരിയാവത്തില്ല, അത് നിങ്ങൾ കണ്ടു തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഞാനിപ്പോ ട്വിസ്റ്റ് പറഞ്ഞാൽ ഇരുന്ന് കാണുന്ന ഒരു വ്യക്തി കൂടെയാണ്, പക്ഷെ എനിക്ക് അങ്ങനെ ട്വിസ്റ്റ് പൊളിക്കുന്ന ഇഷ്ടമല്ല. എന്നാലും ഞാൻ കാണും, പക്ഷെ നിങ്ങളുടെ അടുത്ത് പൊളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കുക. ചിലരെ പറയുന്നത് ഈ സിനിമ രാക്ഷസന്റെ അത്ര എത്തിയനെന്ന്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, എത്തിയന എങ്ങനെ ഈ സിനിമയുടെ പാസ്റ്റ് ഈ കിട്ടിലെടുത്ത് വെച്ച പാസ്റ്റ്, ഈ വില്ലൻ എങ്ങനെ ആവണമെന്ന് പറയുന്ന പാസ്റ്റ് എങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് കിട്ടിലേറ്റുണ്ട്. സിനിമയിൽ എത്തുകൂടെ കുത്തിയിരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഗംഭീരമായ സിനിമ. പക്ഷെ രാക്ഷസന്റെ അത്ര എത്തിയിട്ടില്ല സിനിമ. രാക്ഷസൻ വേറെ ഒരു ലെവല് സിനിമയാണ്. അതിലെ BGM ആയാലും അതിലെ ആക്ടിംഗ് വൈസ് ആയാലും എല്ലാം ഗംഭീരം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. പിന്നെ ഇതിലെ മ്യൂസിക് വൈസ് എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ട്വിസ്റ്റുകളും ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അത് വല്ലാത്തൊരു ട്വിസ്റ്റ് ആയിപ്പോയി സംഭവം. എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ 11 എന്ന് പറയുന്ന തമിഴ് സിനിമയെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്.